8-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ സത്യമായതൊക്കെയും ഘനമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും പുകഴ്ചയായതൊക്കെയും ചിന്തിച്ചുകൊള്ളാനാ പറഞ്ഞത്. സ്തോത്രം അല്ലേ, അല്ലേ? ഇതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. എന്നിട്ട് പറഞ്ഞു 9-ാമത്തെ വാക്യത്തിൽ, എന്നോട് പഠിച്ചും 4 കാര്യങ്ങളാ: ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ. സ്തോത്രം. 4 കാര്യങ്ങൾ. ഇതൊക്കെ വിശദമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളുടെ സമയമില്ല. സ്തോത്രം. എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. സമാധാനം മാത്രമല്ല കേട്ടോ, സമാധാനം തരുന്ന ദൈവവും കൂടെ ഇരിക്കും. ഹല്ലേലൂയ. നമ്മൾ പഠിച്ചതൊക്കെ മറന്നു പോകുന്ന കൂട്ടത്തിലുള്ള അവിടെ പറഞ്ഞത്, പഠിച്ചത് എന്ത് ചെയ്യണം? ഗ്രഹിക്കണം. പ്രൈസ് ഗോഡ്. കേട്ടത് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? കാണാൻ ഇടയാക്കും. കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ. എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. അപ്പോൾ നാം സേവിക്കുന്ന ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്. ഇവിടെ പറയുന്നു, വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചുകളയും. ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഒരു വലിയ കാര്യമാണ്. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലിനോട് ചോദിച്ചാൽ പറയും, സ്തോത്രം, സാത്താൻ എൻ്റെ തലമേലല്ല വാഴുന്നത്, പിന്നെയോ അവനെ എൻ്റെ കാൽ കീഴാക്കി തന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, സ്തോത്രം, ഹല്ലേലൂയ, ഏതെങ്കിലും ഹല്ലേലൂയ അന്ധകാര ശക്തികളുടെ തേർവാഴ്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ പറ, അതിനെ കാൽ കീഴാക്കി തരുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. അവൻ എന്ത് ചെയ്യും? വേഗത്തിൽ 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 ക്ഷണത്തിൽ 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 ചില വാഴ്ചകൾ, സമാധാനത്തെ കെടുത്തിയിട്ടിരിക്കുന്ന ചില വാഴ്ചകൾ ഇന്ന് പകൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കീഴടങ്ങട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില വാഴ്ചകൾ, ചില അന്ധകാരത്തിന്റെ വാഴ്ചകൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില തലമുറകളെ വിട്ടുമാറട്ടെ. അവരുടെ ആരോഗ്യത്തിനെതിരായി, അവരുടെ പഠിത്തത്തിനെതിരായി, അവരുടെ കുടുംബ ജീവിതത്തിനെതിരായി നിൽക്കുന്ന ശക്തികൾ ഇന്ന് പകൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുമാറ്. രക്തം ചെയ്യാം.